ഇപ്പാൻ്റെ ഒക്കെ തോട്ടത്തിൽ പോയ പോലെ ഉണ്ടല്ലേ വാഴത്തോട്ടത്തിൽ. പക്ഷെ നല്ല നെറ്റുറപ്പുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ്. സൗദിയിലുള്ളൊരു കേരളം തന്നെ കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടെന്ന്. അപ്പോൾ കുറേ ആയി ഇങ്ങനത്തെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ മടി കൊണ്ട് ഇങ്ങനെ ഇടാതെ വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നത് കാണാം കേട്ടോ, നമുക്ക് കേരളം കാണാം. അപ്പോൾ നാട്ടിലിരിക്കുന്നവർക്കൊക്കെ ഇപ്പം എന്തിത്താന്നൊക്കെ കരുതും, കാരണം നമ്മുടെ നാട്ടിലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ, അതാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണതെന്ന് കാണാം. നല്ല രസമാണ് അവർക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ. പക്ഷെ കുറച്ച് ഇതുണ്ട്, ലൊക്കേഷനൊക്കെ അടിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കേട്ടോ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ലൊക്കേഷനൊക്കെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡാമുണ്ട്, ഒരു മടുവാണി ഡാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്താണ് നമുക്ക് ഈ കേരളം എന്ന് പറയുന്ന സ്ഥലം പറയുന്നത്. അത് കേരളം എന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ പച്ചക്കറികളും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റം അല്ലെങ്കിൽ മരങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ കേരളം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതൊരു ഡാമിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഡാമിൻ്റെ ലൊക്കേഷൻ അടിച്ചാലും അവിടെ എത്തൊക്കെ ചെയ്യും. പിന്നെ ഇനി വേണമെങ്കിൽ കൃഷി സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ വെക്കണ്ട കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ തെറ്റാതെ പോയിക്കൊണ്ടും. പിന്നെ ഞങ്ങൾ പോയത് ഒരു ജൂലൈയിലാണ്. പിന്നെ ഈ കേരളം വരുന്നത് ജിദ്ദക്ക് അടുത്താണ് കേട്ടോ, അസ്ഫാനെ അറിയും. അപ്പോൾ അവിടേക്ക് ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെയൊക്കെ യാത്ര ഉണ്ട് നമുക്ക്. പിന്നെ നമ്മൾ ആ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ അടച്ചിട്ടിരിക്കുന്നു. ഡാമിൻ്റെ എന്തോ പണി നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി ഇനി നമ്മൾ പോണത് കേരളം കാണാനാണ്. അപ്പോൾ ആ കൃഷി സ്ഥലങ്ങളൊക്കെ വരുന്നത് ഈ ഡാമിൻ്റെ താഴ്ഭാഗത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തണോന്തോറും റോഡ് ഇങ്ങനെ പൊട്ട റോഡായി വരും കേട്ടോ. ഡാറിട്ട റോഡ് തന്നെ ചെറുതായിട്ട്, പിന്നെ തീരെ ഡാറൊന്നും ഇല്ലാത്ത കട്ട റോഡ് പോലത്തെ റോഡാകും. പക്ഷേ നമ്മൾ സ്ഥലം എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ഏതാ സ്ഥലം എന്നൊക്കെ കരുതി പേടിച്ചിട്ടൊന്നും തിരിച്ചു പോരൊന്നും വേണ്ട. ആ റോഡിന് തന്നെ അങ്ങനെ പോയാൽ നമുക്ക് ഈ ഫാമിൻ്റെ മുമ്പിൽ വരെ എത്തട്ടോ. ഏകദേശം ഇവിടം വരെയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചെങ്കിലും ഡാറിട്ട റോഡൊക്കെ ഉണ്ടാവുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കട്ട റോഡേക്കാരം, ഡാറൊന്നും കാണില്ല, വെറും മണൽ പോലെ ആയിരിക്കും. അപ്പോൾ അത് കരുതിയിട്ട് നമ്മൾ തിരിച്ചു പോരരുത്, ഈ റോട്ടിന് അങ്ങനെ പോകണം കേട്ടോ. ഇതിന് എന്താണ് നമുക്ക് ആ ഫാം വരെ പോകാം. ഈ വണ്ടികൾ പോയാൽ അടയാളം ഉണ്ടാവും റോഡ് പോലെ, അപ്പോൾ അതിലങ്ങനെ പോയാൽ മതി. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേന് നമുക്ക് ഏകദേശം കുറേയൊക്കെ മനസ്സിലാവും, കാരണം കുറേ നമ്മൾ ഇതൊക്കെ കാണും, നമ്മൾ കറുവത്തുമരം അങ്ങനത്തെയൊക്കെ കാണും. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊത്ത് നിൽക്കണൊക്കെ കാണും. അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഈ റോഡിന് പോകാൻ സംശയിച്ചൊന്നും വേണ്ട, ഇതിലങ്ങനെ പോയാൽ മതി. അപ്പോൾ അവിടെ എത്തും. റോഡ് കാണുമ്പോൾ നമുക്കൊരു ബേജാറൊക്കെ ഉണ്ടാവും, ഇതിലേക്ക് വണ്ടി പോകുമോ എന്നൊക്കെ ഉള്ളത്. അതിലേക്ക് പോകും, വണ്ടികൾ പോയ അടയാളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കി പോയാൽ മതി. നമ്മളിപ്പോൾ അവിടുത്തെ ഒരു തോട്ടത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കയറാൻ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പാൻ്റെ ഒക്കെ തോട്ടത്തിൽ പോയ പോലെ ഉണ്ടല്ലേ വാഴത്തോട്ടത്തിൽ. പക്ഷെ അവിടെ ഇങ്ങനെ ഉണ്ടാവില്ലേ, നല്ല വൃത്തിക്ക് കയറാം. ഇതൊന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കാണല്ലേ. ഇതവിടെ 2 കൊല ഉണ്ടായിക്കണു, അത് കുറച്ച് വലുതായിക്കണോ. ഇവിടെ ഒക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ വാഴത്തോട്ടത്തിന്റെ നടുക്കേന് ചിന്റെ ചോട്ടിന്ന് കുഞ്ഞു കുഞ്ഞു മാങ്ങട്ടി മണിക്കാൻ വേണ്ടിട്ട് വലിച്ചോ. ഇത് അവിടുത്തെ ഒരു കിണറായിരുന്നു കേട്ടോ.
എന്തേന്നും ഇതിൻ്റെ ആഴെന്ന് പറയും. താഴത്തേക്ക് എവിടെ വെള്ളം നമുക്ക് കാണാണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിങ്ങനെ വെള്ളം അടിച്ചിനെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ കിണറ്റത്തെ വെള്ളം ഞങ്ങൾ കുടിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ പണിക്കാരോട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഓല് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിണർത്ത വെള്ളമാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ കിണറ്റത്തെ വെള്ളം കുടിച്ചിട്ട് ആദ്യമായിട്ടേക്കാരം. മണൽ തന്നെയാണ്. നാരങ്ങ ഉണ്ടായില്ല. അപ്പോൾ ഈ കൃഷിസ്ഥലം കേരളം എന്നുള്ള രീതിയിൽ പ്രശസ്തമാകാൻ കാരണം ചക്ക ഉണ്ടായിരുന്നു ഇവിടെ. ഈ ചക്ക എല്ലാ വീഡിയോസിലും കണ്ടിരുന്നത് ചക്ക പൊളിച്ച് തിന്നണതും അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ 2 തരം ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ മുള്ളായിട്ട് ഒരു ഉരുണ്ട ചക്ക ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ സാധാ ചക്ക ഉണ്ടായിരുന്നു. ആ ഉരുണ്ട ചക്ക ഇവരാർക്കും കൊടുക്കില്ല, അത് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചക്കയിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചക്ക മാത്രമേ കേട്ടോ, ഒരു കമ്പിയൊക്കെ വെയിലൊക്കെ കെട്ടിങ്ങാണ്ട് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈ തോട്ടത്തിന് മൊത്തത്തിൽ എന്താണ് ഇപ്പോൾ ഫ്രൂട്ട്സുകൾ, ഇപ്പോൾ മാങ്ങ, ഇതൊക്കെ നമുക്ക് നേരെ തൊടാനും ഇതിനൊക്കെ പറ്റും. ഈ ചക്കൻ്റെ അടുത്തേക്ക് മാത്രം നമുക്ക് ചെല്ലാൻ പറ്റില്ല, കാരണം ഈ ചക്ക എല്ലാവരും കയറിയിട്ട് കൊണ്ടുപോകുന്ന എത്തിയിട്ടായിരിക്കും കേട്ടോ, എന്താ അറിയില്ല. അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ചക്കക്ക് മാത്രം. പിന്നെ നമ്മൾ ഇടിച്ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഇപ്പോൾ 2 ഇടിച്ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. അതിന് 30 റിയാലോ അങ്ങനെ എന്തോ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഇടിച്ചക്ക പൊളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഈത്തപ്പഴ മരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ അതോളം ഉണ്ട് കേട്ടോ. നല്ല നെറ്റുറപ്പുണ്ട്. പച്ച ഒക്കെ അടി കൊടുക്കും അല്ലേ? ഇടിയാക്കെ അവരുണ്ട്. കാപ്പി സുഡാനിയോ? ഇതിനെത്ര വെള്ളക്ക്? 1800 അത് തിന്നാലോച്ചിട്ട് വരികയാണേ. നിക്കണൊക്കെ ഒരാൾ കൂട്ടി കയറാൻ വേണ്ടിട്ട്. അപ്പൊ അതിനെന്തിനാ ഇങ്ങനെ വളർത്തണേ? മെരിക്കിന്റെ കാട്ടൊക്കെ ഭയങ്കര തന്നെ ഉണ്ടല്ലേ. ഇവിടെ ഉണ്ട് മൊയലകളെ പോലെ ഉണ്ട്. പിന്നെ അവിടെ ആടുകളും ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് അവരോട് എന്താ ചോദിച്ചപ്പോൾ നമുക്ക് ഒരു അർണബ് എന്നാണ് പറഞ്ഞത്. കാട്ടത്തെ നമ്മൾ കാട്ടുമൊയിൽ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പിന്നെ മാങ്ങി പിന്നെ ഇടിച്ചൊക്കെ നമ്മൾ പൈസ കൊടുത്തു. മാങ്ങക്കും പിന്നെ ഇതിനൊക്കെ നമ്മൾ ഒരു അർത്ഥത്തിന് എന്തെങ്കിലും അവർക്ക് സന്തോഷത്തിന് കൊടുത്താൽ മതി, അല്ലാണ്ട് തൂക്കത്തിന് അങ്ങനെയൊന്നും ഇല്ല. ചക്കക്ക് പിന്നെ ഉണ്ട്. ഒരു ഇടിച്ചക്ക ആയതുകൊണ്ട് ഞങ്ങൾക്ക് 2 30 തന്നു കേട്ടോ, 30 റിയാലിന്. അത് ഓരോ സമയത്ത് ഒരു ചെല്ലിനീന ആൾക്കാർക്ക് അനുസരിച്ചായിരിക്കും, അറിയില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാം ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ ഒരു പച്ചക്കറികളൊക്കെ ഇങ്ങനെ കൃഷിയുടെ കഴിഞ്ഞതാണ്, കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലമായിരുന്നത്. ഈ മുളക് ഇങ്ങനെ പൗത്തിട്ട് ഉണങ്ങിയിട്ട് നിൽക്കണ കാണാൻ നല്ല രസമല്ലേ. ഇതൊരു പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ മാതിരി ഫുള്ള് ഇങ്ങനെ ചോപ്പായിട്ട് കുറേ സ്ഥലത്തുണ്ടായിരുന്നു. എങ്ങനെ പൊട്ടിച്ച മണിക്കാക്കുവോ? ഇതപ്പടെ ഒരു ചെരങ്ങ. പിന്നെ ഞങ്ങൾ കുറച്ച് ചിരങ്ങി, പിന്നെ അതേപോലെ ഹിയാറ് നമ്മൾ കക്കരിക്ക അത് കിട്ടി. പിന്നെ എന്താണ് വെണ്ടക്ക കിട്ടി. വെണ്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ ഫാമിൽ നിന്ന് നേരിട്ട് കിട്ടുകൊണ്ട് എന്താ അറിയില്ല, നല്ല രസം ഉണ്ടായിരുന്നു. ആ വെണ്ടക്ക നല്ല വലിയ വലിയ വെണ്ടക്കകളായിരുന്നു, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. നമുക്ക് മൂത്തതാന്നൊക്കെ തോന്നും, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ വഴുതനങ്ങ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൃഷി സമയം കഴിഞ്ഞതാ തോന്നുന്നുണ്ട്. വിളവെടുപ്പൊക്കെ ഉണങ്ങിയിട്ട് ഇതായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളോട് ഈ കൃഷി സ്ഥലം നോക്കണ പോലെ പറഞ്ഞു തണുപ്പ് സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം പച്ചക്കറി ഇതൊക്കെ ഉണ്ടാകും ആ സമയത്ത് വരുന്നുണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം ആ സമയത്ത് പോകണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നത് എന്നിട്ടോ. ഇതിനെന്തോ ചെറിയ പൈസ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രയും എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പോയാൽ